നാട്ടുകാർ നിങ്ങളെ മക്കയിൽ നിന്ന് നാട്ടി ഓടിക്കും. ആരുമില്ലാതെ ശൂന്യമായി നിങ്ങൾ ഈ നാട് വിട്ട് ഓടേണ്ടി വരും. പരിഭ്രാന്തിയോടെ വറക്കത്തുവിന്റെ മുമ്പിൽ താൻ നിഷ്കാസിതനാക്കപ്പെടുന്ന ദുഷ്കരമായ ആ ഒരു സമയത്ത് ഓർത്തിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു നനുനനുത്ത സ്പർശം വരുന്നുണ്ട്. നോക്കുമ്പോൾ ഖദീജ ബീവിയാണ്. കണ്ണിലേക്ക് നോക്കി, നിങ്ങളെ അങ്ങനെ ഈ നാട്ടുകാർ ആട്ടി ഓടിച്ചാൽ നിങ്ങളുടെ ഈ കൈവരലിൽ പിടിച്ച് ആദ്യം ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന ഒരൊറ്റ വാക്കിനാണ് ഇസ്ലാം എന്ന ഈ വലിയ ഒരു പ്രസ്ഥാനം പടർന്നു പറ്റിച്ച് നമ്മൾ ഈ പഠിക്കും വിധം നമ്മളെ മുസ്ലിമാക്കി മാറ്റിയത്. ഇസ്ലാം നമ്മോട് പറയുന്ന ഒരു ഭാര്യ ഭർത്തൃബന്ധം അതാണ്. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ മലയാള ഭാഷയുടെ പദാനുപദ മൊഴി വിവർത്തനമാണ്. ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു വാക്കയില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൻ, ഭർത്താവ് ഭരിക്കാൻ അധികാരമുള്ളവൻ അല്ല. സൗജയിൻ, ഇണകൾ, തുല്യ പ്രാധാന്യമുള്ള ഇണകൾ, പരസ്പരം താങ്ങും തണലുമാകുന്ന ഇണകൾ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവിതത്തിൽ ഖദീജ താങ്ങായി. ഇവിടെ വിവാഹിതയാകുന്ന നവവധു, അത് ആ നവവധുവിന് തന്റെ ഭർത്താവിന്റെ താങ്ങും തണലുമാകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതാണ് ദുനിയാവിലെ ജീവിതം. ഭർത്താവും താങ്ങും തണലുമായി നിൽക്കുന്നവളെ തണല് പോയാലും തണലിനെ മറക്കരുതെന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കം ഫത്ഹ് കഴിഞ്ഞ് വളരെ ആശ്വാസത്തോടെ കഅബാലയത്തെ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഓരോ തവാഫ് കഴിയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കും. ഏഴാമത്തെ